നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കാട ബ്രോസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു കാടൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് സെൻറ്റർ മുറിക്കാം. ഇന്നത്തെ വേസ്റ്റ് എടുത്ത് മാറ്റാം നമുക്ക്. ഇപ്പം നമ്മൾ കാടൊക്കെ മുറിച്ച് സെറ്റായി വന്നിരിക്കണ്. ഇനി നമുക്കതൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിലേക്കുള്ള മസാലയും കാര്യങ്ങളും കൂട്ടാണ്ട്. പിന്നെ ആദ്യം നമ്മൾ എടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ്, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് മസാല കുഴച്ചിട്ട് സെറ്റായിക്കണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാട എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലതും മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ കാടൊക്കെ മസാല തേച്ച് സെറ്റായിക്കണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്കുള്ള അടുത്ത പരിപാടി നോക്കാം. എന്നിട്ട് മാറ്റി വെക്കാം നമുക്ക്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദയാണ് എടുക്കുന്നത്. ഇനി കുറച്ച് കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ കൂട്ടൊക്കെ റെഡിയായി വന്നിക്കണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കാടിട്ട് കൊടുത്തിട്ട് കാടമ്മ പൊടിപ്പിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം.
കിടത്താൻ തവള കിടക്കണ പോലെ ഉണ്ട്. നമ്മളെ ഫസ്റ്റ് കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് മാറ്റി വെക്കാം. എന്നിട്ട് രണ്ടാമത്തെ കോട്ടിങ് ചെയ്യാണ്ട്. ഫസ്റ്റ് കോട്ടിങ് ഒക്കെ കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം, സെക്കൻഡ് കോട്ടിങ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്തിട്ട് അതിൽ മുക്കിയെടുക്കാം നമുക്ക്. എന്നിട്ട് വീണ്ടും ഇതേപോലെ എന്ത് ചെയ്യുക, ഒന്നും കൂടെ മൈദയിൽ മുക്കിയിട്ടെടുക്കാം. നമ്മളെ രണ്ടാമത്തെ കോട്ടിങ്ങും ഏകദേശം കഴിഞ്ഞിരിക്കണ്. ലാസ്റ്റ് പീസാണ് ഇന്നിവിടെ നമ്മൾ കോട്ടിങ് ഒക്കെ കഴിഞ്ഞിരിക്കണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എണ്ണ ചൂടായി വരണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പീസ് പൊരിച്ചെടുക്കാം. നമ്മൾ ചട്ടിയിൽ ഏകദേശം 2 കൊള്ളുന്നുണ്ട്. നമുക്ക് 2 പൊരിച്ചെടുക്കാം. എന്ത് ചെയ്യുക, ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കാരണം ചെറിയ കോഴിയായതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. കൂടുതൽ വേവാനും പാടില്ല, കരിഞ്ഞു പോകും. നമ്മൾ സാധനം എന്ത് ചെയ്യണേ, സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒരു പാത്രത്തേക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ ലാസ്റ്റത്തെ ട്രിപ്പാണ് കോഴി പൊരിക്കണേണ്ടത്. എന്ത് ചെയ്യാം, എല്ലതും എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ കാട ബ്രോസ്റ്റ്. ഇതേപോലെ ഇതിൻ്റെ കൂടെ കുറച്ച് മയോണീസും ബെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊളിയാവും. അതുകൊണ്ട് എല്ലാം ഇതൊക്കെ ആദ്യം തന്നെ മേടിച്ചിട്ട് ബെന്നൊക്കെ ആദ്യം മേടിച്ച് സെറ്റാക്കി വെക്കുക.